അമ്മി അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലാംഗ്വേജ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ 4 പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലാംഗ്വേജസിന്റെ തമിഴ്, മലയാളം, ഹിന്ദി, പിന്നെ എന്തോ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ്. അപ്പോൾ ഈ 4 ലാംഗ്വേജ് നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇടും. അപ്പോൾ 4 ലാംഗ്വേജസ് ആണ് ഉള്ളത്. നമ്മൾ 2 പേരാണ്. സോ ഇതിലുള്ള ഏതെങ്കിലും 2 ലാംഗ്വേജസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ സ്പീക്ക് ചെയ്യാൻ പോവുകയാണ്. ഇംഗ്ലീഷ് കിട്ടിയവർക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എവിടെ ഇടാം? നമ്മുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ലക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലക്കായത് കാരണം അമ്മയ്ക്കാണ് കൂടുതൽ ലക്കുള്ളത്. അത് കാരണം നമ്മൾ പേപ്പർ എടുത്ത് നമ്മൾ നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അമ്മ നന്നായി മിക്സ് ആക്കും. അമ്മ നന്നായിട്ട് ഞാൻ അമ്മ സപ്പോർട്ട് ചെയ്തു എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കാം ഏത് ലാംഗ്വേജ് ആർക്കെത്താ കിട്ടിയ? എനിക്ക് ഹിന്ദി. ഏതാണ്? ഹിന്ദി. നിനക്കോ? മലയാളം. ഓക്കെ, ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ. ഈ മലയാളവും സിമ്പിളൊന്നുമല്ല. കാരണം മലയാളം സംസാരിക്കുമ്പോൾ മലയാളം മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ മലയാളം പറയുമ്പോൾ ചെയർ നീങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ പനിഷ്മെന്റ് ഉണ്ട് കേട്ടോ. പനിഷ്മെന്റ് ഉണ്ട് കേട്ടോ. അതെന്ത് വേണമെങ്കിലും എനിക്കപ്പോ എന്താണ് തോന്നുന്നത് അത് ഞാൻ പറയും. ആ ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നീ ഹിന്ദിയിൽ ഹിന്ദിയിൽ മാത്രം സംസാരിക്കണം. ഹിന്ദിയിൽ മേ ബി ചെയർ മേ ബേട്ട അങ്ങനെ പറഞ്ഞാൽ ചെയർ പറഞ്ഞതുകൊണ്ട് ഔട്ടാവും. എനിക്കും ചെയർ പറഞ്ഞാൽ ഞാൻ ഔട്ടാവും. മലയാളം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. आपका नाम क्या है? ഞാൻ അഭിനയിച്ച അച്ഛനാം. എനിക്കറിയാം. നിങ്ങളുടെ അച്ഛൻ എവിടെയാ ജനിച്ചത്? मेरा पापा तो ആശുപത്രിയിലാണോ ജനിച്ചത്? ആശുപത്രി. ഏത് ആശുപത്രി? ആ പേരെന്ന് പറഞ്ഞേ. അമ്മ അയ്യോ പറഞ്ഞു. സോറി, അയ്യോ പറഞ്ഞു. नहीं गाइस, ഞാനിപ്പോ ഫസ്റ്റ് ടൈം അറിയാതല്ലേ. പക്ഷെ ഇങ്ങനൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ പറ്റൂ കേട്ടോ. അമ്മ എവിടെ അവർക്ക് തോന്നുന്നത് ചോദിക്കാം. എന്നോട് ചോദിക്കാവുന്നതാണ്. 3, 2, 1 ഗോ. വീട് ഒരിക്കലും ഇങ്ങനെ ശബ്ദമില്ലാതെ ഇരുന്നിട്ട് ഞാൻ നിശബ്ദമായി കണ്ടിട്ടേ ഇല്ല. വാക്കി ഗൽത്തി. क्या गलती है आमी? इस घर पर ना कभी भी ऐसा अच्छे से बात करो. कभी भी ऐसा नहीं कर. ഇതിന് ആമിക്ക് പനിഷ്മെന്റ് ഉണ്ട്. പനിഷ്മെന്റ് എന്റെ മാതാവ് പറഞ്ഞു കൊടുക്കുക. അവന് തീരുമാനിച്ചോ? ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന നാരങ്ങ എടുത്ത് ഒന്ന് കഴിക്കണം. ഓക്കേ, ഡൺ. ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ, നീ ചെയ്തുകൊണ്ട് ഞാൻ കുഞ്ഞു പീസ് അങ്ങോട്ട് അവൾക്ക് കൊടുക്കാം. കുഞ്ഞു പീസ് വായിൽ ഇട്ടണം. അതെ, പനിഷ്മെന്റ് കൂടൂട്ടോ. ഹിന്ദിയാണ്. പാട്ടൊക്കെ ഹിന്ദി പാട്ടായിരിക്കണം. എടുത്തോ മൊത്തം. എടുക്കോ. വായിലിട്ടിട്ട് ഒന്ന് വായിൽ മൊത്തം. ശരി, കുറച്ച് ജസ്റ്റ് ജ്യൂസ് ഇതാക്കിയാലും മതി. എനിക്ക് തരണ്ട. കുറച്ചുകൂടെ ഒരു 2 പ്രാവശ്യം 3 ടോട്ടൽ. ശരി, 2 പ്രാവശ്യം കുടിച്ചോ. 2 പ്രാവശ്യം ഇതുപോലെ തന്നെ. പനിഷ്മെന്റ് കൂടുന്നു. പനിഷ്മെന്റ് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും. പനിഷ്മെന്റ് കഴിഞ്ഞില്ലേ? കൊടൂരമായ പനിഷ്മെന്റ് ആണ്. 2 ലാസ്റ്റ് ഒന്നും കൂടെ. ഇതൊക്കെ തിരിച്ചു വരൂട്ടോ. നീ കുഴപ്പമില്ല. ഞാൻ ചെയ്യും. ചെയ്തില്ല. ഒന്നും ശരി, മതി, വിട്. താഴെ പോയി അവിടെ. ഓക്കെ, അവിടെ
Guys, I'm going to punishment Ami. Ami finish ചെയ്തു. ഇത് പണിഷ്മെന്റ് ടൈം ആണ്. പണിഷ്മെന്റ് ഇത് പറഞ്ഞത് തന്നെ വലിയ പണിഷ്മെന്റ് ആണ് നിനക്ക്. പണിഷ്മെന്റ് ടൈം ആണല്ലേ? ആഹാ ശരി, ഇത്താണേക്ക് വിട്ടിരിക്കണം. ആമയ്ക്ക് ഒരു ടൈം വിട്ടത് നിനക്ക് വിട്ടതിരിക്കണം. ഞാൻ വിചാരിച്ചത് എന്താ പണിഷ്മെന്റ് ടൈമിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നീ മലയാളം എന്ന് പറഞ്ഞാൽ നീ മലയാളത്തിൽ മാത്രമേ വർത്തമാനം പറയാൻ പറ്റൂ. റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ഒന്നുമില്ല. ഇനി ഹാഫ് ആൻ അവർ നിങ്ങൾ ഹിന്ദി, ഇവിടെ മലയാളം തന്നെയാണ്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് റിസ്യൂം ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. ഇത് മൊത്തമായി मैं मेरे मुंह चुप कर ही रहेगा. आपको कुछ बात करनी है ना तो आप ही बोलिए. मैं कुछ नहीं ഞാൻ സംസാരിക്കാം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കട്ടെ? അതിനുള്ള ശരിയായ മറുപടി എനിക്ക് തരുമോ? ठीक है. ശരി. सोच लेती हूँ. വിദ്യാലയത്തിൽ അധ്യാപിക താങ്കൾക്ക് തന്ന എനിക്കൊന്ന് കൊടുത്തു. आप कुछ बोलेगा? താങ്കളുടെ വിദ്യാലയത്തിലെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അധ്യാപിക ആരാണ്? ज्योतिष. हाँ, उसका नाम बोल दिया ना उसने. लेकिन लेकिन അവള് പറഞ്ഞു ജ്യോതിഷ. നോ, അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. രണ്ടുപേർക്കും കിട്ടേണ്ട വിധി കിട്ടും. എന്റെ ശിക്ഷ എന്താണ് പറ? എന്റെ ശിക്ഷ എന്താണ്? നിനക്ക് വേറെ ശിക്ഷയുണ്ട്, അത് ഞാൻ തന്നോളാം. നീ തരുന്നതിനനുസരിച്ചുള്ള ശിക്ഷ. आमी आवनी को डांस करने के लिए बोल. अरे खत्म हो गए. उसका पनिशमेंट शिक्षा सदा है ना, तो हम सदा ഞാൻ പറയട്ടെ? सजा उसे मिलना चाहिए. तो हम अभी मलयालम से बात करती है. वो क्या बात? तो तेरे लिए मैं सजा देने वाली हूँ. वो है तो कुछ नहीं है तेरे पास. कुछ भी नहीं है तेरे पास. या तो कुछ नहीं. ശിക്ഷയ്ക്ക് തന്നെ 2 മണിക്കൂർ പോകുമെന്ന് തോന്നുന്നു. ये पानी ना, ये पानी बॉटल तुम्हें क्या बोला तुमने? पानी पानी पानी. ഞാനും നിനക്ക് 2 എണ്ണം തരും. നിനക്കും അപ്പളെ നീ തെറ്റി പറഞ്ഞു. ये करो मैं करती हूँ. ये है पनिशमेंट. അവളെന്ത് പറഞ്ഞു? കഴിച്ചതാണ്. അതെനിക്കറിയണ്ട. അവള് വായിലിട്ട് വെച്ചിട്ടില്ലല്ലോ. एक काम करती हूँ. इसके मुंह पर ना चिल्ली पाउडर. डालो. ठीक है? इतनी. ओके, ठीक है. अभी आती हूँ मैं. तो ना अभी ऐसे करती हूँ. ऐसा करती हूँ. अरे ഞാൻ വായില്ല. നല്ല നോർമൽ ചില്ലി പൗഡർ. ചിക്കൻ കാശ്മീരി ചില്ലാണ്. അതുകൊണ്ട് അത്ര എരിവില്ല. ഇത് സാധാരണ അല്ല, കാശ്മീരി ചില്ലി പൗഡർ ആണ് ആമി എടുത്തിട്ടുള്ളത്. അപ്പൊ സുഖമല്ലേ, എരിവില്ലല്ലോ. കാശ്മീരി ചില്ലി പൗഡറിന് എരിവില്ല. It's my life. കഴിച്ചോ. കഴിക്കാം.
ആ മതി. ഇല്ല നീ മുളക് പൊടിയാണടി. അവൾ കുറച്ചുകൂടെ കഴിക്കണം. എനിക്ക് ആണെങ്കിൽ നോക്കുന്നത് എത്രയാക്കി അപ്പൊ അവൾക്ക് മതി. നീ പോയി കൈ കഴിട്ടോ. അപ്പൊ ആക്ച്വലി ഞാൻ നാളെ അവന് ഫോട്ടോ എടുക്കാട്ടോ. ഫോട്ടോ അല്ല വീഡിയോ എടുത്തേട്ടോ. ഒന്നുമില്ല, അതൊന്നും പറയാൻ പാടില്ല. എനിക്ക് നല്ല പണിഷ്മെന്റ് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതിന് ആക്ച്വലി ഇത് ലാംഗ്വേജ് സ്വിച്ച് ചാലഞ്ച് ആണോ പനിഷ്മെന്റ് ചാലഞ്ച് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അത്ര നേരം നമ്മള് മലയാളം ഒന്നുമല്ല സംസാരിച്ചത്. നീ എന്താ മലയാളം? ആക്ച്വലി നമുക്ക് ഒന്നുകൂടി റീഫ്രഷ് ചെയ്യാം. റീഫ്രഷും റീസെന്ററും ഒന്നുമില്ല. നിനക്ക് തരേണ്ട പണിഷ്മെന്റ് തന്നിട്ട് ബാക്കിയുള്ളത്. ഓക്കെ, ഞാൻ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ഗായ്സ്, ഇവിടെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വലിയ മുറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ ഒരു 4 മരങ്ങളാണ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ളത്. ഒന്ന് എൻ്റെ കസ്റ്റേർഡ് ആപ്പിൾ, പിന്നെ എൻ്റെ ഗുവ, പിന്നെ ആമിക്ക് ഒരു എന്നിട്ടൊരു പപ്പായ ട്രീ ഉണ്ട്, അത് 2 പേരുടെയും. പിന്നെ ആമിയുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ഗുവ ട്രീ ഉണ്ട്. അപ്പൊ ആമിക്ക് ഗുവ ട്രീ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗുവ ട്രീയിൽ ഒരു കമ്പ് പൊട്ടിക്കാം. ചെയ്യൂടി? ഓക്കെ ഗൈസ്. വെടിച്ചാലൊന്നും വരില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല. സങ്കടം ഇല്ലേ? അവള് വെറുതെ പറയാ, അവൾക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ അവന്? എന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഗൈസുകൾക്ക് നല്ല സങ്കടമുണ്ട്. അതുപോലെ തന്നെ നമ്മള് വേണ്ട, ഞാൻ വേറൊരു പണിഷ്മെന്റ് ഇതുപോലത്തെ ആമി ഓവർ ആക്ഷൻ. വേറൊരു പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് ഇതാണ്. നമ്മളെ ഷൂറാക്കി വൃത്തിയാക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ചെയ്തോ. അമ്മയുടെ, എന്റെ, ആമിയുടെ, പിന്നെ പഴയ ചെരുപ്പ്, പൊട്ടിയ ചെരുപ്പ്, പഴയ ചെരുപ്പ്, പൊട്ടിയ ചെരുപ്പ്, പല്ലിയുള്ള ചെരുപ്പ്, പഴയ ചെരുപ്പ്, പൊട്ടിയ ചെരുപ്പ്, പല്ലിയുള്ളത്, സ്പൈഡർ ഉള്ളത്, എല്ലാ ചെരുപ്പും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. പിന്നെ കുറെ ഷൂസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ തവള, അതുപോലെ തന്നെ കോക്രോച്ച്, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കളയാൻ മാറും. വേത്ത് കയറിയാൽ കയറും, തട്ടിക്കളയാം. ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി അടുത്തത് നല്ല വഴി ചില്ലി പൗഡറിനെ കാട്ടിലുമായിരിക്കും. എനിക്ക് കുറച്ച് സൂക്ഷിച്ച് നിൽക്കേണ്ടി വരും. ശരി, ചെറിയ ബ്രേക്ക്. ये चप्पल का हम साफ करने के लिए ഇത് അപ്പോഴേ തന്നെ ഭംഗിയിലിരിക്കുകയാണല്ലോ. കുഴപ്പമില്ല, എല്ലാം വരികളായി വെച്ചാൽ മതി. तुझे मलयालम नहीं आती है क्या? ഞാനൊരു കാര്യം പറയട്ടെ. ഇത് എന്താണ് താങ്കൾ ചെയ്യുന്നത്? പണിഷ്മെന്റ് പൂർത്തിയാക്കൂ. ഞാൻ പറയാം. ഈ ഒരു വരിയില് അമ്മയുടെ, താഴത്തെ വരിയിൽ അക്ഷയുടെ. ഓക്കെ, ഗൈസ്, എൻ്റെ പണിഷ്മെന്റ് ഭംഗിയിൽ ആമി ചെയ്തിട്ടുണ്ട്. ആമി, കൺഗ്രാറ്റുലേഷൻസ്. ഗൈസ്, ഒരു 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 ചെറിയൊരു ബ്രേക്ക്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എത്ര നേരം നമ്മൾ ചെയ്ത ചാലഞ്ചിൽ പണിഷ്മെൻറ്റ് ടൈമിലാവുമ്പോൾ നമ്മൾ വേറെ ഏതോ ലാംഗ്വേജിലോട്ട് വരുന്നുണ്ട്. അതായത് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും എല്ലാം മിക്സ്ഡ് ആയിട്ടൊരു ലാംഗ്വേജിലോട്ട് വരുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പം നമ്മൾ കുറച്ച് സീരിയസ് ആവാൻ പോവാണ് ഗൈസ്. ഇപ്പം നമ്മൾ കുറച്ച് സീരിയസ് ആവാൻ പോവാണ്. ഇനി ശരിക്കും ഇതിൽ മലയാളവും ഹിന്ദിയും. പിന്നെ ഗൈസ്, ഇത്രയും അവന് കാശ്മീരി ചില്ലി കഴിച്ചു, പൗഡർ കഴിച്ചു. അപ്പോൾ ഞാൻ വൃത്തിയാക്കി. അപ്പോൾ ഇതിനൊക്കെ ഒരു ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണ്ടെങ്കിൽ ഞങ്ങൾ കരിയും. നമ്മൾ ഇത്രയും ഹാർഡായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടോ, ഇവർക്ക് എന്തെങ്കിലും കിട്ടോ, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കാരണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഇല്ല, ബ്രേക്കൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് നന്നായി സീരിയസ് ആകാൻ പോവാണ്. ഇത്ര നേരം ബ്രേക്ക് ആണെന്ന് വിചാരിച്ചോ. അപ്പം ഇനി ശരിക്കും സീരിയസ് ആകാൻ പോവാണ്. ഇനി ഓൺലി മലയാളം, ഒരു ശബ്ദം മാറരുത്. ഓക്കെ ആണല്ലോ? ഇനി നിനക്ക് ഹിന്ദി മാത്രം. അപ്പോൾ ഇതാണ് ശരിക്കും സീരിയസ് ഗെയിമാണ്. 1 2 3 സ്റ്റാർട്ട്. സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായുള്ള ഒരു കളിയല്ല. കുറച്ച്
സുഹൃത്തുക്കളെ ഞാന് ഇവളെ പെടുത്താൻ വേണ്ടിയിട്ടാണ് മലയാളം പറയാൻ കിട്ടാത്ത പോലെ കാണിച്ചത്. ഇപ്പം ഞാൻ ഇവളെ പെടുത്തി ഇവളുടെ ഇവൾ 2 പ്രാവശ്യം തെറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ 2 കൂടെ ഒരു ശിക്ഷ കൊടുക്കേണ്ടതായി. നിന്റെ ശിക്ഷ അറിയാൻ താല്പര്യമുണ്ടോ? പറഞ്ഞു തരാം. എന്തു പറയാം? मैं कहाँ जा रही हूँ उसका पीछे आकर ऐसा पागल जैसे आती हूँ. क्या कर रही हो मम्मी? സുഹൃത്തുക്കളെ, നമ്മൾ ആമിക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ വേറെ ഒന്നുമല്ല, മതിലിന്റെ മേലെ കയറിയിട്ട് ആമി പറയണം എനിക്ക് വട്ടാണ് എന്ന്. യെസ്, പറയണം ആമി, പറയണം. ഒരു പ്രാവശ്യമെങ്കിലും പറയണം. നമുക്ക് ഞാനാണ് പറയുന്നതെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ, അടിച്ചു വാരണം എന്നുള്ളത് ശിക്ഷയല്ലല്ലോ. പക്ഷേ ഇവിടെ ക്ലീൻ കുറച്ച് ചെയ്യുന്നുണ്ട്. താങ്കളുടെ ശിക്ഷ പൂർത്തീകരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ക്ലീൻ ചെയ്യണം. അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരൂ. താങ്കൾ കയറിക്കോളൂ. പറയൂ, ഞാൻ എനിക്ക് വട്ടാണെന്ന് പറയൂ. കേറു. मैं ऊपर जाकर बताती हूँ. सब देख. താങ്കൾക്ക് നിൽക്കണം. താങ്കൾ നിൽക്കണം. നിൽക്കണം. ഇവിടെ കയറി നിൽക്കൂ. നല്ലോണം കയറിക്കോളൂ. ലാസ്റ്റ് കേറൂ. അവിടെ കയറിയിരിക്കും. സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞോളൂ, ഒച്ചത്തിൽ പറഞ്ഞോളൂ. പറയൂ. ഇല്ലെങ്കിൽ പറ്റില്ല. പറയൂ, ഇപ്പൊ തന്നെ പറയൂ. എനിക്ക് വട്ടാണ്. കേട്ടില്ല. പറയൂ. എനിക്ക് വട്ടാണ്. ഓക്കെ. മലയാളം പറഞ്ഞു മടുത്തു. ഞാൻ ഹിന്ദി പറഞ്ഞിട്ട് ആമയും മടുത്തു. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ടീ ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ ബ്രേക്ക് അല്ല, നമുക്കൊന്ന് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാം. എന്നാലും ഇവിടെ വെച്ചോ, നമുക്ക് എടുക്കാം. ഏതാണെങ്കിലും ടഫാണ്. തമിഴ്, ഹിന്ദി, അതവന് പൊളിക്കും. ആമിക്ക് ഏതാണെങ്കിലും വണക്കം, നന്ദി. സോ വി ആർ ഗോ അല്ല ഞങ്ങൾക്ക്. അപ്പം നമുക്ക് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ചായ കുടിക്കുമ്പോൾ ഒക്കെ ചലഞ്ച് ഉണ്ട് കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. आपको नहीं पता मैं आप लोगों को नहीं पता, इससे ज्यादा अच्छा हिंदी मैं बात करती हूँ. എന്നടി ഉണക്ക പൈത്യം പിടിച്ചോളൂ. ये हिंदी ना बाकी सब എന്ത് പറയാ ശരി ഫസ്റ്റ് ടൈം പോട്ടെ. मेरे लिए यही अच्छा है कि मैं चुप रहूं. मेरे मुंह को बंद करती है, तभी अच्छा होगा. मम्मी चाय बन गई, मैं पी सकता हूँ? हाँ. गरम है? ठंडा होने से पहले मुझे पीना है. मुंह से ना इंग्लिश आ रहा है. इंग्लिश को और क्या बताऊंगी हम? आप तो मेरी आप तो बहुत चालाकी है. என்ன செய்யும். இது வந்துட்டு தெலுங்கா? திங்கிறதுலே குறியா இருக்கிறாடி உன் தங்கச்சி. आप लोगों को पता है मेरी माँ ना बहुत अच्छा तमिल बात करती है. वो तो तमिलनाडु से आ रहा है, इसीलिए उसे बहुत अच्छा से तमिल बात करने की पता. நான் முடியாது.
ഞങ്ങൾക്ക് ഇത് തമിഴ് അറിയൂ. ഇപ്പൊ നീ എന്താ ചെയ്ത്? ये तो बहुत मजाक निकला. ഇത് നിങ്ങൾക്ക് താങ്ക് യു. को पता है हम यहाँ बाहर क्यों आ बैठी है? आपको पता है हम बाहर में बेटा हमारा बहुत पसंद है. हमको भी बहुत पसंद है. ये कुछ बोल क्यों नहीं रहा है? को पता है इसे मुंह होके भी मुंह का काम नहीं कर रहा है, कुछ बोल नहीं रहा है, क्योंकि उसे डर है कि अगर ये तमिल नहीं बोल सकता तो ये इसे क्या मिलेगा? इसे सजा मिलेगा, इसीलिए डर है. इसकी डर. ഉനക്ക് ഈ വീഡിയോ பார்த்தாച്ചാൽ നിങ്ങൾ എല്ലാവരും ഉന്ന കുഴന്തങ്ങൾ ஆனா ஃப்ரெண்ட்ஸ் ஷேர் பண்ணுங்க. அப்படியா? இவள் इसे भी एक सजा मिलना चाहिए. पता है क्यों? आपने सुना होगा कि इसने वो बोला क्या? हाँ बोला. अब इसे 2 सजा और मुझे सिर्फ 1 सजा. अगर आप अब इसे 3 सजा, मुझे 1 सजा. எனக்கு 2 குத்தமா இருக்குள்ளு. निनक ओन्ने उल्लू. क्या बोला तुमने? നിനക്ക് ഒന്നേ ഉള്ളൂ. तुम्हें हिंदी नहीं पता? ഇല്ല तुम्हें हिंदी नहीं पता? ഇല്ല ഇല്ല ഇല്ല. तो हिंदी में बात करने की नी- कोशिश तो नी कर. तो पोई. हिंदी में बात करने की कोशिश तो कर. कोशिश तो कर. तो कोशिश तो मैं अब इसे 4 सजा, मुझे 1 सजा. எனக்கு 3 மற்றும் हम सजा के राउंड में चलती है, क्योंकि ये बहुत எனக்கு ഈ പൈത്യം പിടിച്ചവൾക്ക് तू कुछ मत बोल. तू कुछ मत बोल. वही अच्छा. क्या बोल रहा है? अरे सुनने की तो ഈ പൈത്യം പിടിച്ചവൾക്ക് हम किसी कोई मलयालम ഈ പൈത്യം പിടിച്ചവൾക്ക് நான் கொடுக்கற குட்டம் என்ன வச்சா நான் ഈ പൈത്യം പിടിച്ചവൾക്ക് കൊടുക്കുന്ന दोस्तों मैं इसे एक सजा देने वाला है. वो है इस घर को अच्छा साफ करो इस घर को. मैं आपको ये दिखाता हूँ. साफ करो घर को. അത് ഏൻ ഇഷ്ടം. करो, ये तुम्हारी सजा है. करो അത് ഏൻ ഇഷ്ടം. जाओ. क्या बोले? काम करने के लिए तो इस लड़की को आता ही नहीं. എനിക്ക് നിന്നെക്കാട്ടിലും കൂടുതൽ क्या बोला तुमने? बोलो कुछ. നീ എനിക്ക് दोस्तों आपको तो ऐसे लग रहा होगा कि मैं अरे यार ये वीडियो देखना ही मेरी गलत है. पता है इसकी तमिल बहुत गंदी है. सुनने की भी कोई എണ്ണ തമിഴ് കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ട് ചെയ്യും. ഇവിടെ ഒക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറെ ഹോംവർക്ക് ഉണ്ട്, വളർത്ത് വെക്കണം, അങ്ങനെ മറ്റു പരിപാടികളൊക്കെ നടക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇതിന്റെ പാർട്ട് 2 അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഹോൾ ഡേ നമ്മൾ ഈ ഒരു ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും വേറൊരു ദിവസം.
അപ്പോൾ അതായിരിക്കും റിയൽ ചാലഞ്ച്. ഇത് നമ്മൾ വെറുതെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി വെറുതെ ചെയ്തതാണ്. പക്ഷേ ഇതിന്റെ പാർട്ട് 2 അത് പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ I hope you guys like this video. Bye. ശരി, ഓക്കെ ഗൈസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.